നമസ്കാരം. അസ്സലാമു അലൈക്കും. ഇന്ന് 19 ജൂലൈ 2025. എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും BJP പ്രസിഡന്റിനും നല്ല വീട്ടമ്മമാർക്കും അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പറയാൻ വരുന്നത് കേരള ഹൈക്കോടതിയോട്, അതേമാതിരി 29 ഹൈക്കോടതികളോടും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. കളവ് കേസ്, സമരം ചെയ്ത കേസ്, കളവ് കേസ് കയ്യിൽ കിട്ടിയാൽ ഒരാളിൽ നിന്ന് 500 കോടി രൂപ നഷ്ടപരിഹാരം ഈടാക്കണം. അത് ബന്ധപ്പെട്ട വിഭാഗത്തിന് അതിൻ്റെ ശതമാനം വെച്ച് അവർക്ക് നൽകുകയും വേണം. മനസ്സിലായില്ലേ? സർക്കാർ പിടിച്ചെടുക്കുന്നതിന് സർക്കാരിൻ്റെ GSTയും കോടതി ചെലവും വരും. മനസ്സിലായില്ലേ? ഇത് പിടിക്കാൻ കൂടാതെ കഴിയില്ല. അത് ഇവിടെ സമരം നടത്തിയാലും ബന്ദ് നടത്തിയാലും ഹർത്താൽ നടത്തിയാലും ന്യായമുള്ളതാണെങ്കിൽ ന്യായത്തിൻ്റെ പക്ഷത്ത്, കളവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കർശന നടപടി. ഇവിടെ ഞാൻ ഇന്ന് കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന കേരളത്തിലെ 19 MP-മാരെയും 142 MLA-മാരെയും അതുപോലെ ഏകദേശം 2 ലക്ഷത്തിൽ ചില്ലാൻ പഞ്ചായത്തിൻ്റെ മെമ്പർമാരെയുമാണ് ഞാനെന്ന് പറയുന്നത്. ഇവർക്ക് നേരെ കർശന നടപടി പൊതുജനങ്ങൾ എടുക്കണം. ലീഗുകാരനായാലും കോൺഗ്രസ്സുകാരനായാലും CPM-കാരനായാലും അടിച്ച് നട്ടൽ പൊറിക്കണം വരെ. കാരണം ഈ നാട്ടിലെ തൊഴിൽ ചെയ്യുന്ന ആളുകൾ, ഇവിടെ ജനിച്ച കുട്ടികൾ തൊഴിൽ ചെയ്യാൻ എവിടെ പോകണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തായിരുന്നു ഇത്ര കാലം നിങ്ങൾ ഇതിന് കൊടുക്കാൻ? അതുപോലെ റവന്യൂ ഉദ്യോഗസ്ഥരെ കൈ കിട്ടിയാൽ അവിടെ പൊടിച്ച് കളയണം. റവന്യൂ ഉദ്യോഗസ്ഥരെ കയ്യിൽ കിട്ടിയാൽ പൊടിച്ച് കളയണം. കാരണം ഇങ്ങനെ പറയാൻ കാരണം, അവർ കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള തോന്നിയവശങ്ങളാണ്. മനസ്സിലായില്ലേ? അവർ കൈക്കൂലി പ്രേമമാണ് സാറ്. കൈക്കൂലിയിൽ 10-500 കൊടുക്കുന്നതിന് ഞാൻ വിരോധമൊന്നും പറയുന്നില്ല. അതവർ വാങ്ങുന്നതിനും തരാറില്ല. പക്ഷേ തൊഴിൽ സ്ഥാപനം കൊടുക്കാതിരുന്നാൽ അത് ഈ രണ്ടിലും അത് ഞാൻ ഉൾപ്പെടുത്തില്ല. കാരണം അതിൻ്റെ സമ്പ്രദായം എങ്ങനെയാണ്? കാരണം ഇവിടുത്തെ ആശുപത്രികൾ കെട്ടിപ്പൊക്കിയതൊക്കെ പൊളിഞ്ഞിരിക്കണം. കാരണം ജനങ്ങൾക്ക് വേണ്ടത് ചികിത്സാ സംവിധാനമാണ്. അതിന് ചികിത്സ കിട്ടണം. അല്ലാതെ ഈ ഡോക്ടറാണ്, 500 കോളേജിൽ വിദ്യാഭ്യാസമുണ്ട്, 10,000 കോളേജിൽ നിന്ന് വിദ്യാഭ്യാസം പഠിച്ചിരുന്നു എന്നത് കൊണ്ടുവരാൻ സാധിക്കില്ല. വിദ്യാഭ്യാസം പഠിച്ചു എന്നത് നമ്മൾ അളന്ന് നോക്കുമ്പോൾ അതിൽ കാണണം. അതായത് നമുക്ക് തണ്ടലം മുറിഞ്ഞവനെ 2 മണിക്കൂർ നേരം കൊണ്ട് രക്ഷപ്പെട്ടിരിക്കണം. അറ്റാക്ക് വന്നവനെ 2 മണിക്കൂർ നേരം കൊണ്ട് അവർ രക്ഷപ്പെട്ട് ജോലിയിൽ പോകണം. അവൻ്റെ ജോലി എന്താണോ അതിൽ പോകണം. കളവും കൊലപാതകവും പോക്കറ്റടിയൊന്നും ജോലിയല്ല. മദ്യം വിൽപ്പനയും ലോട്ടറി വിൽപ്പനയും ജോലിയല്ല. അത് ജോലിയല്ല. സ്വന്തം ഭാര്യയും കുട്ടികളെയും മുടി ചുറ്റി പിടിച്ചടിക്കുന്നത് ജോലിയല്ല. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ ജോലിയിലേക്ക് പോകണം. അതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും ആളുകൾ കല്യാണം മുടക്കിയിട്ടുണ്ടെങ്കിൽ ന്യായമായ പരാതികൾ സോഷ്യൽ മീഡിയയിൽ വരണം. അതല്ലെങ്കിൽ ഹൈക്കോടതി ചെല്ലണം. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അത് വെളിച്ചം കണ്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് പറയണം. വെളിച്ചം കാണുമ്പോൾ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ തീരുമാനം. ഞാൻ മുഖ്യമന്ത്രിയായിട്ട് എന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത് വന്നാൽ 10-12 ദിവസം ലീവ് വരും. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്ന് ഈ അധികാരം ഏറ്റെടുത്ത് ചെയ്താൽ ആദ്യത്തെ ചുറ്റുപാടിൽ തന്നെ ഇന്നത്തെ വൃദ്ധരുടെ പെൻഷൻ സമ്പ്രദായം മാറ്റിയെടുക്കും. ആവുന്നത് ചെയ്യും. അതുപോലെ തന്നെ അത് മാറ്റം വരുത്തിയിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ച പോലെ 25,000 രൂപ കൊടുക്കാൻ പറ്റുമോ എന്ന് തീവ്ര പരിശ്രമം ഉണ്ടായിരിക്കും. അത് മാത്രമല്ല 100% ആളുകളുടെ ജോലി. അത് മാത്രമല്ല 200 രൂപക്ക് രോഗം മാറുന്ന മരുന്ന്. ഈ പൈസ അവർ കെട്ടണന്നെ വേണം, 200 രൂപ. പക്ഷേ അതിൻ്റെ ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ ഇവർ താൽക്കാലികം അറ്റാക്ക്, ശ്വാസം മുട്ടൽ, മനസ്സിലായില്ലേ? ഈ താൽക്കാലികളുടെ മുട്ടുവേദനയിൽ പരിഹാരമാണ്. അതുമാതിരി കുടലിൻ്റെ ഉള്ളിൽ കൂടെ നീർക്കെട്ട് കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ കുമ്പിടാൻ വയ്യ, നീരാൻ വയ്യ, അതിന് പരിഹാരം തൽക്കാലമായിരിക്കണം. അതുമാത്രമല്ല ഇങ്ങനെ ഒരു 10 തവണ ഉപയോഗിക്കുമ്പോൾ അവൻ്റെ ആ രോഗം മാറിയിരിക്കണം. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ സംവിധാനം. അപ്പോൾ അതുപോലെ തന്നെ കൃഷിപ്പണിക്ക് എല്ലാ തരം പണിയിലും
പിന്നെ ഉയർന്ന ടൗണുകളിൽ നിന്ന് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരും. അവർക്കൊക്കെ ഒരു ചെറിയ കൂലി പൈസ എല്ലാവർക്കും കിട്ടും. കൃഷിപ്പണിക്കാരനെ ഒരു സർക്കാർ ജോലി പോലെയാണ് ഞാൻ കാണുന്നത്. മണ്ണിൽ ജോലി ചെയ്യുന്ന ഏതാളാണെങ്കിലും അവനൊരു സർക്കാർ ജോലിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് കഠിനം ജോലി ചെയ്യുന്നത് കെട്ടിടം പണിക്കാരനും നെൽകൃഷി പണിയെടുക്കുന്നവനും, മനസ്സിലായില്ലേ? കഠിന പണിയെടുക്കുന്നവൻ. എനിക്ക് യാതൊരു സംശയവും കാര്യത്തിനില്ല. അപ്പോൾ ഇത് ഞാൻ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുവരും. ഇന്ന് ഒരുപാട് കാലമായിട്ട് നമ്മളെ എം പിമാരെ തിരഞ്ഞെടുക്കുന്നത് വെറും ശമ്പളം വാങ്ങാനും നിങ്ങളെയൊക്കെ കൊല ചെയ്യാനുമാണ് ഇതുവരെ ഉപയോഗിച്ചിരുന്നത്. നിങ്ങളെല്ലാവരെയും കൊല ചെയ്യുക, കളവ് കേസിൽ ഉൾപ്പെടുത്തുക, നിങ്ങളെ കേസ് തള്ളിവിടുക, നിങ്ങളെ പരാതിപ്പെട്ടാൽ അത് പരിഹാരം കാണാതിരിക്കുക. ഇനി അത് അക്കാര്യം ഞാൻ വന്നാൽ അതുണ്ടാവില്ല. അത് മാത്രമല്ല, ശക്തമായിട്ട് നടപടിക്രമത്തിലേക്ക് കിടക്കും. അതായത് യാദൃശികവശാൽ ഒരു കുറ്റത്തിലേർപ്പെട്ടു എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് പറയാനുള്ളത് വിരലടയാളിട്ട് അത് തെറ്റ് പറഞ്ഞാൽ പരമാവധി മാപ്പ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം ഒരു തവണ ഏത് വാപ്പാക്കും മാപ്പ് കൊടുക്കണമെന്നുള്ള എൻ്റെ മുൻകാലത്തെ തീരുമാനമാണ്. ഒരു തവണ. പക്ഷെ ആ ഒരു തവണ ഉണ്ടാവും. പക്ഷേ വേറൊരു താറാണ്ട് ഒരാൾ തെറ്റ് ചെയ്തിട്ട് അതിനെ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ ലോകത്ത് ചെയ്യുന്ന തെറ്റുകളൊക്കെ അയാളാണ് എന്നാക്കി തീർക്കാൻ വല്ലവരും ശ്രമിച്ചാൽ അത് ഗൗരവം. അത് ഗൗരവം എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ ആരെടുത്താൽ വന്നപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല ആളുകളും പല ആളുടെയും അക്കൗണ്ട് തട്ടിയെടുത്ത് അതിൻ്റെ മുകളിൽ കള്ളത്തരം ചെയ്യുന്നുണ്ട്. ഇത്തരം കേസുകൾ പിടിച്ചാൽ അവൻ്റെ മാതാപിതാക്കളെ അടക്കം ശിക്ഷ ഏർപ്പെടുത്തേണ്ടി വരും. അവരെ നാട് കടത്തുക തന്നെ ചെയ്യും. അവരെ ഈ നാട്ടിൽ വാഴിക്കില്ല, പുറകടലിലായിരിക്കും അവർ സാധനം. ഇത് തമാശ കളിക്കുന്നതൊന്നുമല്ല. നിങ്ങൾക്ക് കളവ് നടത്താനല്ല ഇവിടുത്തെ സംവിധാനം. നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടുണ്ടാക്കുക. നിങ്ങൾക്ക് എന്ത് കഴിഞ്ഞു അത് നോക്കി. വേറെ ഒരുത്തന് പല സാധനം ഉണ്ടാവും, അതിൽ നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ടാക്കി. കളവ് നടത്തിയിട്ട് നിങ്ങൾ ആരും നോക്കില്ല. അതുപോലെ ഭൂമി കച്ചവടം അത് നിർത്തി വെക്കും. ഭൂമി കച്ചവടം നിർത്തി വെക്കും. ഭൂമി കച്ചവടം ചെയ്യാനുള്ളതല്ല, ഭൂമി ഉപയോഗിക്കാനുള്ള. കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഉപയോഗിക്കാനുള്ള. കൊടുക്കുന്നവനെന്ന് പറഞ്ഞാൽ അവൻ്റെ എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. വാങ്ങുന്നവനെ അവൻ്റെ അത്യാവശ്യത്തിനെ വാങ്ങിയിട്ടുണ്ടാവുക. അതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ള ഇതര കച്ചവടക്കാരെ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, കർശന നടപടി ഉണ്ടാവും. അതായത് നിങ്ങൾ പോയിട്ട് ജോലി ചെയ്യും, അതാണ് വേണ്ടത്. അത് ഭൂമി കച്ചവടമല്ല, സ്വർണ്ണ കച്ചവടമല്ല. മനസ്സിലായില്ലേ? സ്വർണം ഭൂമി തുല്യം മണ്ണിൻ്റെ ഇടപാടാണ്. അത് വേണ്ട. കാരണം മണ്ണ് നമ്മുടെ ദൈവമാണ്, നമ്മുടെ അമ്മയാണ്. അതിനെ ചവിട്ടി തേച്ചിട്ടൊരു കളിക്ക് ഞാൻ സമ്മതിക്കില്ല. അത് മാത്രമല്ല, നിങ്ങൾ പോയി ജോലി ചെയ്യണമെന്നുള്ള അഭിപ്രായം തന്നെ. അപ്പോൾ രോഗം ഉള്ള ആളുകൾക്ക് മരുന്ന് കൊടുക്കാതിരിക്കുന്നതും ഞാൻ ഈ 2000 കോളേജിൽ വിദ്യാഭ്യാസം പഠിച്ചു എന്ന് പറഞ്ഞതും തെറ്റാണ്. മനസ്സിലായില്ലേ? വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇവിടെ കാണണം. നിങ്ങൾ വിദ്യാഭ്യാസം എഴുതാനും ചിത്രം വരയ്ക്കാനും, ഇപ്പോൾ എഞ്ചിനീയർമാർ വരയ്ക്കണമല്ലേ, കടലാസിൽ വരയ്ക്കണം, വായിക്കണം, അവർ നോക്കണമെന്നല്ലേ, അതിന് കുഴപ്പമില്ല. പക്ഷെ അത് അങ്ങനെ വേണം. അത് വരയ്ക്കൽ മാത്രമല്ല, അത് അതിനേ കഴിയുള്ളൂ. വരയ്ക്കാനും എഴുതാനും മാത്രമേ കഴിയൂ. ഇവിടെ നടത്തിപ്പ് വേണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരുടെ കൈക്രിയ ശരിക്കറിയണം, അല്ലാതെ നടക്കില്ല. അപ്പോൾ ഇതെല്ലാവരും ഓർമ്മിക്കണം. അതായത് ഒരു ദിവസം കൊണ്ട് രോഗം മാറുന്ന മരുന്ന്, അല്ലെങ്കിൽ ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അവർ രോഗം മാറിയാൽ ഇനി 100 വർഷം കണ്ടീഷനായിട്ടിരിക്കണം. അങ്ങനെയുള്ള മരുന്ന് വിതരണം ചെയ്താൽ മതി. അല്ലാത്തതിന് വലിയ വേണ്ട, ആ സംവിധാനം വേണ്ട. അതിന് വല്ല കമ്പൗണ്ടറോ മറ്റുള്ളവരോ പിന്നെ നിങ്ങളെ സാധനം ഉണ്ടാക്കിയിട്ട് അവിടെ കൊടുക്കും. അതിന് ആവശ്യമുള്ളവർ ഉപയോഗിക്കും. അസ്സലാമു ഞാൻ പച്ചില മരുന്ന്, കരൾ രോഗ വിദഗ്ധൻ, 100% പട്ടാമ്പി കൊടുക്കുന്നത്.